എൻ്റെ വിഷു ആശംസകൾ. ഞാനിത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മത്തങ്ങായും സേമിയായും വെച്ചിട്ടുള്ളൊരു പായസമാണ്. ഇത് എനിക്ക് തോന്നുന്നില്ല ആരും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്തു. ഇതിനു മുമ്പ് ഇങ്ങനൊരു പായസം ആരും ചെയ്തതായിട്ട് കണ്ടില്ല. ഞാൻ തന്നെ ട്രൈ ഔട്ട് ചെയ്തൊരു പായസമായത്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഞാനത് പള്ളിയിലൊക്കെ എല്ലാവർക്കും കൊടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ടെസ്റ്റൊക്കെ ചെയ്ത പായസമാണ്, ഒന്ന് പേടിക്കണ്ട. ഇതെല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട നല്ലൊരു പായസമാണ് കേട്ടോ. ഇതിന് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പിന്നെ പംപ്കിൻ പ്യൂരെ വേണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ മത്തങ്ങയുടെ പകുതി നല്ലതായിട്ട് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻഡ് പംപ്കിൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. 1 കപ്പ് പഞ്ചസാര, ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ്, 1/2 കപ്പ് റോസ്റ്റഡ് വെർമിസെല്ലി, 7 ounces ഓഫ് കണ്ടൻസ്ഡ് മിൽക്ക്, കാഷ്നട്ട്സ്, ഉണക്കമുന്തിരിങ്ങ, പിന്നെ കുറച്ച് ഡ്രൈഡ് ക്രാൻബെറീസ് എടുത്തിട്ടുണ്ട്, അത് ഓപ്ഷണൽ. പിന്നെ ഒരു 7-8 ഏലക്ക ചതച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് നെയ്യ് ചൂടാക്കി കാഷ്നട്ട്സ് എല്ലാം വറുത്തെടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിതിനെ കോരി മാറ്റാം. ഇനി കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് ഈ മത്തങ്ങ വേവിച്ചത് നമുക്ക് നല്ലതായിട്ട് നെയ്ക്കകത്ത് വഴറ്റിയെടുക്കാം. അപ്പം മത്തങ്ങ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പാല് ചേർക്കാം. പാല് തിളയ്ക്കുന്നത് വരെ അടി പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പാല് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഫ്ലെയിം ലോയിലോട്ടാക്കിയിട്ട് നമുക്ക് വെർമിസെല്ലി ആഡ് ചെയ്ത് കൊടുക്കാം. വെർമിസെല്ലി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 7-8 മിനിറ്റ് മതിയാവും. നിങ്ങൾ റോസ്റ്റഡ് വെർമിസെല്ലി അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ കാഷ്നട്ട്സ് എല്ലാം ഫ്രൈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ആദ്യമേ തന്നെ നെയ്യിൽ ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ സേമിയ എല്ലാം വെന്തിട്ടുണ്ട്. ഇനി 1 കപ്പ് പഞ്ചസാര ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നിങ്ങളുടെ പാകം അനുസരിച്ച് ആഡ് ചെയ്തോണം. ഇനി നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. ഇനി ഏലക്ക ചതച്ചതിട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഡ്രൈഡ് ക്രാൻബെറീസും ഉണക്കമുന്തിരിങ്ങയും ആഡ് ചെയ്ത് കൊടുക്കുക. ഉണക്കമുന്തിരിങ്ങ ഞാൻ ഫ്രൈ ചെയ്യാതെ ഡയറക്റ്റായിട്ട് പാലിലോട്ട് ചേർക്കുക. ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ബലൂൺ ഷേപ്പ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ട്രഡീഷണലി നമ്മൾ ഫ്രൈ ചെയ്താണ് ചേർക്കുന്നത്. പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോഴത്തേക്ക് നമ്മൾ പായസം കുടിക്കുമ്പം ഉണക്കമുന്തിരിങ്ങ നല്ല ബലൂൺ പോലെ വീർത്ത് കിടക്കും. എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാ പായസത്തിനും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. പായസം ഇത് റെഡി ആയിട്ടുണ്ട്. വിളമ്പാം. എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും എല്ലാം ഈ വർഷം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡ് കാണാം. When we go to the pumpkin patch, we'll have so much fun. The harvest moon comes in October.